വെൽക്കം. റഹ്മാനാണ്. ക്യാൻസർ ആൻഡ് നിയോപ്ലാസിയ വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മുടെ 7ാമത്തെ വീഡിയോ ആണ്. ട്യൂമർ മാർക്കേഴ്സിനെ പറ്റിയാണ്. സോ നമുക്ക് ഇതിനകത്ത് പറയേണ്ടത് ഒന്ന് ഡെഫിനിഷൻ. വി ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് ട്യൂമർ മാർക്കർ, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ട്യൂമർ മാർക്കേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയണം. ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് ട്യൂമർ മാർക്കേഴ്സ് നമ്മൾ പറയണം. ദെൻ ഡിഫറെന്റ് ടൈപ്സ്, വിവിധ തരത്തിലുള്ള ട്യൂമർ മാർക്കേഴ്സ് എല്ലാം പറയണം. അതിന്റെ എക്സാമ്പിൾ പറയണം, അതിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് പറയാം. സോ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഇത് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്നതാണ്. സോ ദീസ് ആർ എൻഡോജീനിയസ് സബ്സ്റ്റൻസസ് ആണ് എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന സം ടൈപ്പ് ഓഫ് ബയോളജിക്കൽസ് ആണ് സാധനം. ആൻഡ് മിക്കവാറും എല്ലാം തന്നെ പ്രോട്ടീൻസ് ആണ്. ദീസ് ആർ സം കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം. ദെൻ ഉണ്ടാക്കുന്നത് ട്യൂമർ സെൽസ് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കണം. ആൻഡ് ചിലപ്പോൾ നമ്മുടെ നോർമൽ സെൽസും ഉണ്ടാക്കും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ട്യൂമർ സെൽസ്. ആൻഡ് ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ മിക്കവാറും നമ്മുടെ ഏതെങ്കിലും ബയോളജിക്കൽ ഫ്ലൂയിഡിൽ നിന്നായിരിക്കും. സോ ബയോളജിക്കൽ ഫ്ലൂയിഡിൽ നിന്നായിരിക്കും നമ്മൾ മിക്കവാറും കണ്ടുപിടിക്കുക, ഓർ ഫ്രം ദ ടിഷ്യൂ ഇറ്റ്സെൽഫ്, ടിഷ്യൂവിൽ നിന്നായിരിക്കും. സോ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ട്യൂമർ മാർക്കേഴ്സ് ആർ സബ്സ്റ്റൻസസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ്ഡ് ബൈ ട്യൂമർ സെൽസ് നമ്മൾ പറഞ്ഞു, ഓർ ക്യാൻസർ സെൽസ്, ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ വേറെ ആൾക്കാർക്കും പ്രൊഡ്യൂസ് ചെയ്യാം, നോർമൽ സെൽസിനും കൂടി പ്രൊഡ്യൂസ് ചെയ്യാം. നോർമൽ സെൽസ് അണ്ടർ ദ ഓർ in response to the ട്യൂമർ ടിഷ്യൂവിന്റെ റെസ്പോൺസിനനുസരിച്ച് ഉണ്ടാക്കാം. ആൻഡ് ആർ ഡിറ്റക്റ്റഡ് എവിടെയാണ്? ആൻഡ് ആർ ഡിറ്റക്റ്റഡ് ഇൻ ബോഡി ഫ്ലൂ. നമ്മുടെ ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സിലോ ടിഷ്യൂലോ ആയിരിക്കും നമ്മളിത് കണ്ടുപിടിക്കും. സോ ഇതാണ് ഡെഫിനിഷൻ. സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്യൂമർ സെൽസ് ഓർ നോർമൽ സെൽസ് ഇൻ റെസ്പോൺസ് ടു ട്യൂമർ ടിഷ്യൂ ആൻഡ് ആർ ഡിറ്റക്റ്റഡ് ഇൻ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വാട്ട് ആർ ദീസ് ബോഡി ഫ്ലൂയിഡ്സ് നമുക്കറിയാം. ക്യാൻ ബി ബ്ലഡിൽ തന്നെ ക്യാൻ ബി സിറം ആയിരിക്കാം, ഓർ ക്യാൻ ബി യൂറിൻ, അസൈഡിക് ഫ്ലൂയിഡ് ആയിരിക്കാം, CSF ആയിരിക്കാം, പ്ലൂറൽ ഫ്ലൂയിഡ് ആയിരിക്കാം, ഓർ സൈനോവിയൽ ഫ്ലൂയിഡ് എക്സെട്ര ഓർ ഫ്രം ടിഷ്യൂസ്. രണ്ടാമത്തെ ഹെഡിങ് എന്തൊക്കെയാണ് എൻ്റെ ഐഡിയൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ട്യൂമർ മാർക്കർ. ഒരു ഗുഡ് ട്യൂമർ മാർക്കറിന്റെ ഐഡിയൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഒന്ന്, ഷാൽ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ട്യൂമർ ഇറ്റ്സെൽഫ്. അല്ലെ, ട്യൂമർ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്. ട്യൂമർ ഇറ്റ്സെൽഫ്, പ്രൊഡ്യൂസ്ഡ് ബൈ ട്യൂമർ ഇറ്റ്സെൽഫ്, ഇതാണ് ഒരെണ്ണം. ആൻഡ് ഷുഡ് നോട്ട് ബി പ്രസന്റ് ഇൻ ഹെൽത്തി ടിഷ്യൂസ്. ഹെൽത്തി ടിഷ്യൂസിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെ ഇൻ വെരി മിനിമം കോൺസെൻട്രേഷൻ ആയിരിക്കണം. ആൻഡ് ട്യൂമർ ടിഷ്യൂ ആകുമ്പോഴത്തേക്കും അത് കൂടും. സോ ഇൻ ഹെൽത്തി ടിഷ്യൂസ് ലോവർ കോൺസെൻട്രേഷൻ, ആൻഡ് ട്യൂമറിൽ അത് കൂടും. ആൻഡ് മൂന്നാമത്തത് സ്പെസിഫിസിറ്റി ആണ്. വെരി ഇമ്പോർട്ടന്റ് സ്പെസിഫിസിറ്റി ആണ്. സ്പെസിഫിക് ഫോർ എ ഡിസീസ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ആണ്. സോ കൺസിസ്റ്റൻസി ആൻഡ് സ്പെസിഫിസിറ്റി ഉണ്ടാകണം. മറ്റ് ടിഷ്യൂസിൽ നിന്ന് ഉണ്ടായാലും ട്യൂമറിൽ നിന്ന് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും അതിന്റെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വ്യത്യാസം കൂടി ഉണ്ടെങ്കിൽ ഓക്കെ. ദെൻ നാലാമത്തത് സെൻസിറ്റീവ് ആയിരിക്കണം. സെൻസിറ്റീവ് ടു ദ മെത്തേഡ്, നമ്മൾ ചെയ്യാനായിട്ടുള്ള സെൻസിറ്റീവ് ഇനഫ് ടു ദ മെത്തേഡ്, നമ്മൾ ചെയ്യുന്ന മെത്തേഡിനോട് സെൻസിറ്റീവ് ആയിരിക്കണം. ആൻഡ് അഞ്ചാമത്തത് ഷുഡ് ഗീവ് ആൻ ഐഡിയ അബൌട്ട് ദ സ്റ്റേജ് ഓഫ് ഡിസീസ്. അസുഖത്തിന്റെ സ്റ്റേജിനെ കുറിച്ച്, ട്യൂമറിന്റെ സൈസ്, ആക്ടിവിറ്റി, അതിനോട് പ്രൊപ്പോർഷൻ കൂടിയാണെങ്കിൽ നന്നായിരിക്കും. സോ എക്സ്റ്റെന്റ് ഓഫ് ഡിസീസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. എക്സ്റ്റെന്റ് ഓഫ് ഡിസീസിനെ കുറിച്ചിട്ട് നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടും. ആൻഡ് ഇങ്ങനെ പരിപൂർണമായിട്ട് ഒരു നല്ല ഐഡിയൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മാർക്കർ കുറവാണ്. സോ പല മാർക്കേഴ്സും ട്യൂമർ അല്ലാത്ത സ്റ്റേജിലുകളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്ലിനിക്കൽ കോറിലേഷൻ ആണ്. ക്ലിനിക്കൽ സിറ്റുവേഷൻസ് നോക്കുക, ദെൻ ഇമേജിംഗ് ടെക്നിക്സ് നോക്കുക. CT ആയിരിക്കാം, MRI ആയിരിക്കാം, അതൊക്കെ ചേർത്തിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുക. സോ ഇപ്പോൾ ഇത് ഏതെങ്കിലും മാർക്കേഴ്സ് ഉയർന്നിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ട്യൂമർ ആവണമെന്നില്ല. മറ്റ് ക്ലിനിക്കൽ സയൻസ്, സിംറ്റംസ് എന്നിവ കൂടി മാച്ച് ആകണം എന്നുള്ളതാണ് ട്യൂമർ മാർക്കേഴ്സിലെ പ്രത്യേകത. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ സ്ക്രീനിങ്. ക്യാൻസർ സ്ക്രീനിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ചെയ്ത് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസറിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പാപ്സ്മിയർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സെർവിക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടാവാൻ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ മുമ്പേ അറിയാമെങ്കിൽ നമുക്ക് തടയുന്നതിനായിട്ടുള്ള പദ്ധതികൾ, വേഗത്തിൽ ക്യൂർ ചെയ്യാനുള്ള പരിപാടികൾ ഒക്കെ ചെയ്യാം. ദെൻ മാമോഗ്രാം നമ്മൾ ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സ്ക്രീനിങ് ആയിട്ട് ചെയ്യാം. രണ്ടാമത്തത് വി ക്യാൻ ഗോ ഫോർ ഡയഗ്നോസ്, തീർച്ചപ്പെടുത്താം യൂസ് ആണ്. സോ രോഗം കൺഫേം ചെയ്യാനായിട്ട് ഇമേജിംഗ് ടെക്നിക്, CT, PT, MRI അതൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് ക്ലിനിക്കൽ സിംറ്റംസ് കൂടി കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗനിർണയത്തിന് ഇത് നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല രോഗം ഇല്ല എന്ന് പറയാനും നമുക്കിത് സ്ഥിരീകരിക്കാനും പറ്റും. ഉദാഹരണം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ദെൻ മൂന്നാമത്തത് സ്റ്റേജിങ്. ട്യൂമർ സ്റ്റേജിങ് നമുക്ക് പറയാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ട്യൂമറിന്റെ എക്സ്റ്റെന്റ് ഓഫ് ട്യൂമർ പടർന്നിട്ടുണ്ടോ, ലോക്കലി ഇൻവേസീവ് ആണോ, മെറ്റാസ്റ്റാറ്റിക് ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പറയാനായിട്ട് സഹായിക്കും. ദെൻ പ്രോഗ്നോസ്, ക്ലിനിക്കൽ കോഴ്സ് ഓഫ് ദ ഡിസീസ് എങ്ങനെയായിരിക്കും എന്ന് പറയാനായിട്ട്, ഇംപ്രൂവ് ചെയ്യുമോ, വേഴ്സൺ ചെയ്യുമോ, സ്റ്റേബിൾ ആണോ, ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും, ഔട്ട്കംസ് ഒക്കെ
നമുക്ക് പറയാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കൂട്ടണോ കുറക്കണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റണോ എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആറാമത്തത് ഡിറ്റക്ഷൻ ഓഫ് റിക്കറൻസ് വീണ്ടും ഇപ്പോൾ ട്യൂമർ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റി, പക്ഷേ വീണ്ടും ഈ മാർക്കേഴ്സ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് എന്നുള്ള. സോ റെഗുലർ ഫോളോ അപ്പ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഡിറ്റക്ഷൻ ഓഫ് റിക്കറൻസ് അറിയാനായിട്ടും നമുക്ക് പറ്റും. ഇനി ട്യൂമർ മാർക്കേഴ്സ് കൊണ്ട് മാത്രം നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പെസിഫിസിറ്റി തന്നെയാണ്. നമുക്ക് ആഗ്രഹം സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതാണ്, പക്ഷേ പലപ്പോഴും നോൺ സ്പെസിഫിക് ആയിരിക്കും. ഫോൾസ് പോസിറ്റീവ് ടെസ്റ്റ് തരാം, ഫോൾസ് പോസിറ്റീവ് വരാം, അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് തരാം. ക്യാൻസർ ഉണ്ടാകും പക്ഷേ ട്യൂമർ മാർക്കർ നെഗറ്റീവായിട്ട് വരാം. ദെൻ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാൻസറിന്റെ തന്നെ ഹെറ്ററോജനിസിറ്റി ഓഫ് ക്യാൻസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെറ്ററോജനിക് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാർക്കേഴ്സ് വിൽ നോട്ട് ഗീവ് കറക്റ്റ് റീഡിങ്സ്. ദെൻ ബിനൈൻ ഡിസീസിൽ ചിലപ്പോൾ ബിനൈൻ ചിലപ്പോൾ ദിസ് ക്യാൻ ഗെറ്റ് ഇൻക്രീസ്. ഉദാഹരണത്തിന് CA-125 അല്ലെങ്കിൽ CEA ഒക്കെ ചിലപ്പോൾ ഉയർന്നിരിക്കുന്നു. ദെൻ ക്യാൻസറിൽ മിക്കവാറും ഹയർ ലെവലൊക്കെ കിട്ടണമെങ്കിൽ ക്യാൻസർ അത്രയും വലുതായിരിക്കും. ലാർജ് വോളിയം ഓഫ് ക്യാൻസർ ഉണ്ടെങ്കിലായിരിക്കും നമ്മുടെ ഈ മാർക്കറിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് കൂടുക. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി വിവിധതരം ട്യൂമർ മാർക്കേഴ്സിനെ പറ്റിയാണ് പറയേണ്ടത്. സോ കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻസ് ഒന്നുമില്ല, വിവരിക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മിക്കവാറും എല്ലാം തരം പ്രോട്ടീൻസ് ആണ്. ദെൻ ഞാൻ പറയുകയാണെങ്കിൽ വൺ ഈസ് ഓൺകോഫീറ്റൽ ആന്റിജൻസ് ആണ്. ഓൺകോഫീറ്റൽ ആന്റിജൻസ് ഉദാഹരണത്തിന് ആൽഫ ഫീറ്റോപ്രോട്ടീൻ ഇസ് എൻ എക്സാമ്പിൾ. AFP എന്ന് നമ്മൾ വിളിക്കും, ആൽഫ ഫീറ്റോപ്രോട്ടീൻ. ദെൻ ഇതേപോലെയുള്ള തന്നെയാണ് കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് CEA എന്ന് വിളിക്കും. ഇത് രണ്ടും ഓൺകോഫീറ്റൽ ആന്റിജൻസിൽ പെടുന്നതാണ്. ദെൻ ക്യാൻസർ ആന്റിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആന്റിജൻസ് എന്ന് നമുക്ക് വിളിക്കാം. CAs എന്നാണ് നമ്മൾ പറയാം. സോ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഉദാഹരണത്തിന് CA-15-3 ഉണ്ട്, ദെൻ 19-9 ഉണ്ട്, 125 പോലെയുള്ള സംഭവങ്ങൾ. മൂന്നാമത്തത് നമുക്ക് പറയാവുന്നത് ഹോർമോൺസ്. വിവിധ തരം ഹോർമോൺസ് ഉണ്ട്. പലതരം ഹോർമോൺ, ACTH ആകാം, അല്ലെങ്കിൽ β-HCG ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ നമുക്ക് കാൽസിറ്റോണിൻ ഇസ് എ മാർക്കർ, ഗ്യാസ്ട്രിൻ ഇസ് എ മാർക്കർ. സോ ദീസ് ആർ ഹോർമോൺ. ദെൻ ഹോർമോൺസ് പോലെയുള്ള ന്യൂറോ എൻഡോക്രൈൻ ആയിട്ടുള്ള അഡ്രിനാലിൻ പോലെയുള്ള നോറഡ്രിനാലിൻ പോലുള്ള കാറ്റക്കോളമിൻ, ദെൻ 5HT പോലുള്ളവ. ഓക്കെ. ദെൻ നാലാമത്തത് നമുക്ക് എൻസൈംസ് പറയാം. എൻസൈംസ് ഉദാഹരണം ALP ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, NSC ന്യൂറോൺ സ്പെസിഫിക് ഇനോലേസ് പോലെയുള്ള സംഭവങ്ങൾ. ദെൻ PAP പ്രോട്ടീൻ ആസിഡ് ഫോസ്ഫേറ്റേസ്, നമ്മുടെ LDH. സോ ഇതെല്ലാം മാർക്കേഴ്സ് ആകാം. ദെൻ പിന്നെ അതർ തിങ്സ് അഞ്ചാമത്തെ നമുക്ക് പറയാനുള്ള ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ്, പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ്, ദെൻ HERT2 നമുക്ക് പറയാം. ദെൻ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ പ്രോട്ടീൻ. സോ മാർക്കേഴ്സിനെ പറ്റി പറയുമ്പോൾ ക്യാൻസർ ഉള്ളത് കൊണ്ടാണ് മാർക്കർ ഉണ്ടാകുന്നത്, അല്ലാതെ മാർക്കർ ഉള്ളത് കൊണ്ടല്ല ക്യാൻസർ ഉണ്ടാകുന്നതെന്നും കൂടി മനസ്സിലാക്കുക. സോ ഫസ്റ്റ് മാർക്കർ നമുക്ക് ക്യാൻസർ ആന്റിജൻസിനെ പറ്റി പറയാം. ക്യാൻസർ ആന്റിജനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 15-3 ഒരെണ്ണമാണ് ക്യാൻസർ ആന്റിജൻ. ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബ്രസ്റ്റ് ക്യാൻസറിലാണ് ഇത് ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്രസ്റ്റ് ക്യാൻസർ. അതിന്റെ സ്റ്റേജ് അറിയാനായിട്ട് നമുക്ക് ഇതിന്റെ നോർമൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml താഴെയാണ്. ആൻഡ് ഇത് നമുക്ക് ഡിറ്റക്ഷനിൽ പ്രധാനമാണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഡിറ്റക്ഷനിൽ പ്രധാനം. ക്യാൻസർ അല്ലാത്ത പല കേസുകളിലും, ഉദാഹരണത്തിന് പ്രഗ്നൻസി അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. സോ ഇങ്ങനെയുള്ളതിലും ഈ സംഭവം ഉയർന്നിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുക. സോ ഇതിനോടൊപ്പം തന്നെ നോക്കുന്ന വേറൊരെണ്ണമാണ് 27-29 എന്ന് പറയുന്നത്. സോ ഇത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ മെറ്റാസ്റ്റാസിസിലാണ് നോക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക. ആൻഡ് ഇവിടെ ഞാൻ പറയുന്ന എല്ലാ ട്യൂമർ മാർക്കറും ഇതെല്ലാം നമ്മൾ ഡ്രഗ് ട്രീറ്റ്മെന്റ് ഇടയിൽ ഉയരുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ അതിന്റെ ഫലമുണ്ടോ എന്നറിയാനായിട്ട് നോക്കും. ദെൻ റിക്കറൻസ് ഉണ്ടോ എന്നറിയാനായിട്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ആൻഡ് രണ്ടാമത്തെ നമുക്ക് പറയാനുള്ളത് CA-19.9 ആണ്. ഇത് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും പാൻക്രിയാറ്റിക് ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് സെൽ സർഫസിലുള്ള ഒരു പ്രോട്ടീൻ ആണിത്. ആൻഡ് നോർമൽ ഇതിന്റെ വാല്യൂ ഒരു 37 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml ആണ്. ആൻഡ് ക്യാൻസർ അല്ലാത്ത പാൻക്രിയാസിന്റെ തന്നെ പാൻക്രിയറ്റൈറ്റിസ് എന്ന് വെച്ചാൽ വീക്കം, പാൻക്രിയാസിന്റെ വീക്കത്തിൽ കൂടാം. സോ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് എഴുതാം. ദെൻ സിസ്റ്റിക് ഫൈബ്രോസിസിൽ കൂടാം. ദെൻ ബിലിയറി ലിവർ ക്യാൻസർ. സോ ഇങ്ങനെയുള്ള പല ക്യാൻസറിലും ഇത് കൂടുന്നുണ്ട്. ദെൻ ക്യാൻസർ ആന്റിജനിലെ മറ്റൊരെണ്ണം പ്രധാനമായിട്ടുള്ളത് CA-125 ആണ്. CA-125 ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഒവേറിയൻ ക്യാൻസറിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒവേറിയൻ ക്യാൻസർ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂട്രൈൻ ക്യാൻസർ അല്ലെങ്കിൽ ഫെലോപ്പിയൻ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഇത് ഉയർന്ന് കാണാം. ദെൻ അതർ GI ക്യാൻസേഴ്സ്, ലങ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ. സോ ഇതിലൊക്കെ ഉയരാമെങ്കിലും നമ്മൾ അധികവും ഒവേറിയൻ ക്യാൻസറിനായിരിക്കും ഇത് നോക്കും. ഇനി ക്യാൻസർ അല്ലാത്ത ഓവറിയൊക്കെ തന്നെ ബന്ധമുള്ള അല്ലെങ്കിൽ യൂട്രസ് എൻഡോമെട്രിയോസിസിൽ വരാം. നേരത്തെ പറഞ്ഞ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിൽ വരാം. യൂട്ടറൈൻ ഫൈബ്രോസിസ്
ഫൈബ്രോയിഡ്സിലൊക്കെ ഉയരും. ദെൻ നോർമൽ കേസ് ആയിട്ടുള്ള പ്രഗ്നൻസി, മെൻസ്ട്രേഷൻ, അതിലും ഈ സംഭവങ്ങൾ ഉയർന്നേക്കാം. സോ ഇതിന്റെ വാല്യൂ നോർമൽ ഒരു 35 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ് സാധാരണ നോർമൽ വാല്യൂ. ഇനി നമ്മൾ ഓങ്കോഫീറ്റൽ ആന്റിജൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓങ്കോഫീറ്റൽ ആന്റിജൻസ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഈ CEA ആണ് നമ്മൾ പറയാം. സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം കോളോറക്ടൽ ക്യാൻസറിലാണ്. സോ കോളോറക്ടൽ ക്യാൻസർ ഓർത്തിരിക്കാൻ സുഖമാണ്, സി വെച്ചിട്ടാണ് തുടങ്ങുന്നത് രണ്ടും. ആൻഡ് ഇതിന്റെ ഡയഗ്നോസിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഓൾസോ ഇമ്പോർട്ടന്റ് ഇൻ ലങ് ക്യാൻസർ, ഓൾസോ ബ്രസ്റ്റ് ക്യാൻസറിലും ഇത് വർദ്ധിക്കാം. സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0.5 നാനോഗ്രാം പെർ ലിറ്റർ ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ടാക്കും. ഇപ്പോൾ സ്മോക്കേഴ്സിലാണെങ്കിൽ 0.25, നമ്മൾ അതിൽ നോൺ സ്മോക്കേഴ്സിലാണെങ്കിൽ സ്മോക്കേഴ്സിൽ നമുക്ക് 0.5 വരെ നമ്മൾ അളവ് കൊടുക്കാറുണ്ട്. ബിക്കോസ് ഇൻ സ്മോക്കിംഗ് ദിസ് ക്യാൻ ബി ഇൻക്രീസ്. 20% സ്മോക്കേഴ്സിലെങ്കിലും ഇതിന്റെ അളവ് വർദ്ധിക്കാറ്. അങ്ങനെയുള്ള ആൾക്ക് അതിന്റെ ഒരു ഇൻക്രീസും കൂടി കൊടുക്കണം. എങ്കിലും നമ്മൾ പ്രധാനമായിട്ടും കോളോറക്ടൽ ക്യാൻസറിലാണ് ഇത് നോക്കുക. ദെൻ ഇൻഫ്ലമേറ്ററി ലങ് ഡിസീസ് അല്ലെങ്കിൽ എംഫസീമയിൽ, സിറോസിസിൽ, അൾസർ, സോറിയാസിസ് അവയിലൊക്കെ ഉയർന്നു കാണാം. രണ്ടാമത്തെ ഓങ്കോഫിറ്റൽ പ്രോട്ടീൻ ഈസ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ആണ്. നമ്മൾ അതിനെ AFP എന്നായിരിക്കും നമ്മൾ വിളിക്കുക. ആൻഡ് ഇത് നമ്മുടെ ഫീറ്റൽ ആൽബുമിൻ ആണ് സംഭവം. സോ അഡൽട്ട് ആൽബുമിനായിട്ട് സാമ്യമുള്ള സാധനമാണ്. സാധാരണ നമ്മുടെ ഫീറ്റൽ ലൈഫിലായിരിക്കും ഇത് ഉയർന്നിരിക്കുക, അഡൽട്ട് ലൈഫിൽ താഴ്ന്നു പോകണം. പക്ഷെ അഡൽട്ടിൽ ഇത് ഉയർന്നാൽ നോർമൽ വാല്യൂ 15 നാനോഗ്രാം പെർ ml ആണ് എന്ന് കരുതിയ. ഇത് ഉയർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ചാൻസ് അല്ലെങ്കിൽ ഉയർന്നു കാണുന്ന ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ കരളിലെ ക്യാൻസറിലാണ്. ദെൻ ജേം സെൽ കാർസിനോമകളിൽ, ദെൻ ടെറാറ്റോ കാർസിനോമ ഓഫ് ഓവറിയിൽ ടെറാറ്റോ കാർസിനോമ. ഇതിനകത്തൊക്കെ ഇത് ഉയർന്നു കാണും. ദെൻ ഫീറ്റൽ മാൽഫോർമേഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ ഉള്ള പ്രഗ്നൻസിയിലും ഇത് ഉയർന്നിരിക്കും. നോർമൽ പ്രഗ്നൻസിയിലും ഇത് ഉയരുന്നുണ്ട്. ഇത് വേറൊരു കാര്യമാണ്. ആൻഡ് സോ ഇപ്പോൾ ഉദാഹരണത്തിന് 15 കൂടുതലാണ് എന്ന് കരുതി ഇത് ഭയങ്കര പ്രശ്നമല്ല. പക്ഷെ നോർമലി ഹൈ ഇപ്പോൾ ഏകദേശം 300+ ഒക്കെ ചിലപ്പോൾ നമ്മൾ നോൺ മലിഗ്നന്റ് ലിവർ ഡിസീസിൽ 300-നൊക്കെ അടുത്ത് കണ്ടേക്കാം. പക്ഷെ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എബവ് 300+ ഓർ 1000 ഒക്കെ ആണെങ്കിൽ സൈൻ ഓഫ് ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാം. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാൻസർ ഈസ് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയാണ്. സോ നോക്കുമ്പോൾ പ്രഗ്നന്റ് ആണോ അല്ലേ കൂടി നോക്കണം, കാരണം പ്രഗ്നൻസിയിൽ ഇത് കൂടാം. ഇനി മറ്റൊരു ആന്റിജൻ, ഇത് ഫീറ്റൽ ആന്റിജൻ അല്ല. ആന്റിജൻ നമുക്ക് പറയാനുള്ളത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ആണ്. സോ PSA ആന്റിജൻ ആണ്. സോ പേരിൽ തന്നെ ഉണ്ട്, സ്പെസിഫിക് ആണ്. സോ നോർമൽ വാല്യൂ ബിലോ 4 നാനോഗ്രാം പെർ ml ആണ്. ആൻഡ് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇത് കൂടും. സോ ഇറ്റ്സ് ഇൻ മെയിൽ ആണ്. സോ ഹൈ ടിഷ്യൂ സ്പെസിഫിസിറ്റി ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നുള്ളതാണ്. സോ ഒരു 4-നും 10-നും ഇടയിൽ ഇൻ ബിറ്റ്വീൻ 4 and 10 എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ ഗ്രേ സോൺ എന്നായിട്ടാണ് കൺസിഡർ ചെയ്യുക. 25% ഓഫ് ചാൻസ് ഇസ് ദർ ഫോർ എ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ആൻഡ് പ്രോസ്റ്റേറ്റ് വീക്കം, പ്രോസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ BPH, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഈ സംഭവം കൂടാം. സോ ഫ്രീ PSA, ഇതിൽ തന്നെ ഫ്രീ ഉണ്ട്, ബൗണ്ട് ഫോം ഉണ്ട്. ഫ്രീ PSA കൂടുതലെങ്കിൽ ക്യാൻസർ ചാൻസ് കുറവാണ്. സോ വെദർ ഫ്രീ PSA ഓർ ബൗണ്ട് PSA ആണ് നമ്മൾ നോക്കുക. ആൻഡ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പ്രോസ്റ്റാറ്റിക് ആസിഡ് ഫോസ്ഫേസ് കൂടി നമുക്ക് നോക്കാം. ഈ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് ഇത്. β-HCG ആണ്, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ ആണ് സംഭവം. പ്ലാസന്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. ഇതിന് ഈ ഹോർമോണിന് ആൽഫയുണ്ട്, ബീറ്റയുണ്ട്. അതിൽ ബീറ്റയാണ് ഇതിനോട് സ്പെസിഫിസിറ്റി കൂടുതലുള്ളത്. അതിന്റെ സബ് യൂണിറ്റ് ആണ് HCG സ്പെസിഫിക് ആയിട്ടുള്ളത്. സാധാരണ ഗർഭിണികളുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ഗർഭിണിയാണ് എന്നറിയാനായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇത് പീക്ക് ആയിരിക്കും, യൂറിനിലും സിറത്തിലും ഇത് പീക്ക് ആയിരിക്കും. ആൻഡ് ഇനി ക്യാൻസറിൽ ഇത് ഏതൊക്കെയാണ് കൂടുന്നത് വെച്ചാൽ, ഒന്ന് ഹൈഡാറ്റി ഡിഫോം മോൾ എന്ന് പറയുന്ന സംഭവത്തിൽ ഇത് കൂടാം. കോറിയോ കാർസിനോമയിൽ ഇത് കൂടാം. ദെൻ ജേം സെൽ ട്യൂമറിൽ ഇത് വർദ്ധിക്കാം. ദെൻ ഓൾസോ ഇൻ ടെസ്റ്റിക്കുലാർ ക്യാൻസറിലും ഇത് ഉയരും. സോ നോർമലി ഇതിന്റെ വാല്യൂ 20 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ്. 10,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രോഫോബ്ലാസ്റ്റിക് ക്യാൻസർ ആണ്. ഇനിയൊരു ഹോർമോൺ നമുക്ക് പറയേണ്ടത് കാൽസിറ്റോണിൻ ആണ്. കാൽസിറ്റോണിൻ നമുക്കറിയാം തൈറോയ്ഡ് ഗ്ലാൻഡിലെ പാരാഫോളിക്കുലാർ ഓർ C സെൽസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ്. കാൽഷ്യം ലെവൽ റെഗുലേഷൻ ആണ് പ്രധാനപ്പെട്ട പണി. അതിന്റെ 5 to 12 പൈക്കോഗ്രാംസ് പെർ ml ആണ് ഇതിന്റെ നോർമൽ ലെവൽ. ആൻഡ് ഇത് വരുന്നത് വെരി സ്പെസിഫിക് ആണ്, മെഡുല്ലറി തൈറോയിഡ് കാർസിനോമയിലാണ് ഇത് ഉയരും. സോ MTCയിൽ ഇത് ഉയരും. സോ ഒരു 100 നാനോഗ്രാംസ് പെർ ml ഒക്കെ ആയി കഴിഞ്ഞാൽ സംഭവമാണ്. സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസറിന് ഇത് സഹായകരമാണ്. സോ മെഡുലറി തൈറോയിഡ് കാർസിനോമ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഏർലി ഡിറ്റക്ഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇൻ ACTH കൂടുന്നത്, എക്ടോപിക് ACTH ഹൈ ഈസ് ഇൻ ലങ് ക്യാൻസറിൽ ACTH കൂടാം. ദെൻ ഇൻസുലിൻ കൂടുന്നത് ഇൻസുലിനോമാസ്
ട്യൂമേഴ്സുകളിലാണ്. ദെൻ ഗ്യാസ്ട്രിൻ കൂടുന്നത് ഗ്യാസ്ട്രിക് കാർസിനോമകളിലാണ്. ബീറ്റ HCG നമ്മളിവിടെ പറഞ്ഞു. ഇനി കാറ്റക്കോളമിൻസ് എന്ന് പറയുമ്പോൾ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ പോലെയൊക്കെ കൂടുന്നത് നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ മെഡുല്ല കാർസിനോമയിലാണ്. സോ ഫിയോക്രോമോസൈറ്റോമയിലാണ്. സോ ഭയങ്കരമായിട്ട് ബ്ലഡ് പ്രഷറൊക്കെ കൂടുന്ന പ്രശ്നമാണ്. ദെൻ 5-HT ഓർ സിറട്ടോണിൻ കൂടുന്ന എവിടെയാണ്? ഗ്യാസ്ട്രിക് കാർസിനോമകളിലാണ്. സോ സിറട്ടോണിന് GIയിൽ ഒരുപാട് ഫലമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആക്ഷൻസ് ഉള്ളതാണ്. സോ GI ട്യൂമേഴ്സ്. നമുക്ക് ബ്ലഡിലൊരു പ്രോട്ടീൻ, പ്ലാസ്മ പ്രോട്ടീൻ നമുക്ക് പറയാം. അതിന്റെ പേര് ബീറ്റ 2 മൈക്രോഗ്ലോബുലിൻ ആണ് സംഭവം. B2M എന്ന് നമ്മൾ എഴുതും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുന്നത് ഈസ് ഇൻ മൾട്ടിപ്പിൾ മയലോമയിലാണ്. ദെൻ ഓൾസോ ഇൻ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയിൽ കൂടാം ആൻഡ് ഓൾസോ പ്ലസ് അതർ ലുക്കീമിയസിലും കൂടാം. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 2.5 മൈക്രോഗ്രാംസ് പെർ ലിറ്റർ. ദെൻ ചില ക്യാൻസർ അല്ലാത്ത കണ്ടീഷൻസിലും ഇത് കൂടാറുണ്ട് കേട്ടോ. ഇനി രണ്ടൊന്ന് പ്രോട്ടീൻസ് ആണ്, റിസപ്റ്റേഴ്സ്. ഒന്ന് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ആണ്. ഇത് നമ്മുടെ ബ്രസ്റ്റിനകത്തൊക്കെയുള്ള സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിനകത്തും ഇവിടെയൊക്കെ ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ആണ്. ബ്രസ്റ്റിനകത്തുണ്ട്, യൂട്രസ് ടിഷ്യൂസിലൊക്കെ. ഇത് ബ്രസ്റ്റ് ക്യാൻസറിലാണ് മിക്കവാറും നമ്മൾ ഈ ഈസ്ട്രജൻ ലെവൽ നോക്കുക, ഈസ്ട്രജൻ റിസപ്റ്റർ ലെവൽ നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടാമോക്സിഫൻ പോലെയുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെദർ ദിസ് വിൽ റെസ്പോണ്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഇത് നോക്കുക. ലൈക്വൈസ് ഉള്ളതാണ് പ്രൊജസ്ട്രോൺ റിസപ്റ്ററും ഇങ്ങനെ തന്നെയാണ്. ബ്രസ്റ്റ് യൂട്രസ് ടിഷ്യൂലൊക്കെ തന്നെ കാണുന്നതാണ്. പോലെ തന്നെ പ്രോഗ്നോസ്റ്റിക് വാല്യൂ ആണ്. വെച്ചാൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ ബോത്ത് ER ആൻഡ് PR പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു. നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് നമുക്ക് എൻഡോക്രൈൻ തെറാപ്പി ഓർ ഹോർമോണൽ തെറാപ്പി ഡ്രഗ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. സോ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്ട്രജൻ റിസപ്റ്റർ പോസിറ്റീവ് ആണോ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ പോസിറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കും. അടുത്തൊരു ടെസ്റ്റാണ് HER2 എന്ന് വെച്ചാൽ HER2, അല്ലെങ്കിൽ നമുക്ക് അതിനെ എർബ് ബീറ്റ 2 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ EGFR ഗ്രോത്ത് ഫാക്ടർ ആണ് റിസപ്റ്റർ 2. ഓക്കെ, സോ ഇത് ബ്രസ്റ്റ് ക്യാൻസർ സെല്ലിനെ വളർത്തുന്ന ഒരു പ്രോട്ടീൻ ആണ്. സോ ഗ്രോത്ത് റിസപ്റ്റർ ടൈപ്പ് ആണ് സംഭവം. സോ ഇത് ക്യാൻസർ ടിഷ്യൂലുണ്ട്, ബ്ലഡിലല്ല സാധനം ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 5-1 ക്യാൻസറിലും, ബ്രസ്റ്റ് ക്യാൻസറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ HER2 പോസിറ്റീവ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ക്യാൻസറിന്റെ വളർച്ച, സ്പ്രെഡ് ഒക്കെ കൂടുതൽ അഗ്രസീവ് ആണ്. സോ അത് കണ്ടുപിടിക്കാനാണ് HER2 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇനി കുറച്ച് എൻസൈംസ് നമുക്ക് പറയാം. വൺ ഈസ് ന്യൂറോൺ സ്പെസിഫിക് ഇനോലേസ് ഓർ NSE. ഇത് വരുന്നത് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സിലാണ്. ഉദാഹരണത്തിന് സ്മോൾ സെൽ ലങ് കാർസിനോമ, അതിനകത്ത് വരാം. ന്യൂറോബ്ലാസ്റ്റോമയിൽ വരാം. ദെൻ കാർസിനോയിഡ് ട്യൂമേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ഇത് ഉയരാനായിട്ട് പറ്റും. സോ ഇത് ഫോളോ അപ്പ് ഓഫ് SCLC അല്ലെങ്കിൽ സ്മോൾ സെൽ ലങ് ക്യാൻസർ അല്ലെങ്കിൽ ന്യൂറോബ്ലാസ്റ്റോമയിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടൂളാണ്, യൂസ്ഫുൾ ആണ്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 9 മൈക്രോഗ്രാം പെർ ml ഒക്കെയാണ് ഇതിന്റെ ഒരു നോർമൽ ലെവൽ. ദെൻ പിന്നെ ALP, ദിസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ലിവർ മെറ്റാസ്റ്റാസിസ്, ബോൺ മെറ്റാസ്റ്റാസിസ് അതൊക്കെ വരാം. ദെൻ LDH1 ടെസ്റ്റിക്കുലാർ കാർസിനോമയിൽ വരാം, ജേൺ സെൽ കാർസിനോമയിൽ വരാം. ദെൻ LDH5 വരുന്നത് ലിവർ ക്യാൻസറിൽ. സോ ദീസ് ആർ ദ ട്യൂമർ മാർക്കേഴ്സ്. സോ ഇനി ഇത് ടെസ്റ്റ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ELISA വഴി ഇത് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി വഴി നമുക്ക് PCR വഴി കണ്ടുപിടിക്കാം, ഫ്ലൂറസെൻസ് ഇൻ സിറ്റോ ഹൈബ്രിഡൈസേഷൻ മെത്തേഡ്സ് വഴി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ there are so many kits ഉണ്ട്, ക്ലസ്റ്റർ കിറ്റ്സ് വെച്ചിട്ട് all in one type of test kits are all available. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്യൂമർ മാർക്കേഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 മാർക്കോ 5 മാർക്കിനൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു രീതി. So that's all in this video. Thank you for watching.